എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ ചുക്കയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ, പിന്നെ ഹൈപ്പ് കൂടെ ഒന്ന് ചെയ്യണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. ഒരു ചിക്കൻ ചുക്ക തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള ചിക്കനാണിത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലോട്ട് അരമുറി ചെറുനാരങ്ങ നീര് കൂടെ പിഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുക്കാം. ജ്യൂസിന് പകരമായിട്ട് തൈരാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 2 ടീസ്പൂൺ അളവിൽ തൈര് കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താലും മതി. ഇപ്പോൾ ഞാനിത് ലെമൺ ജ്യൂസൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അതിന് നമുക്ക് പ്രത്യേകിച്ചൊരു സമയമൊന്നും വെക്കേണ്ട കേട്ടോ. നമുക്ക് ഈ ഒരു ചിക്കന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണവരേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് മാറ്റി വെച്ചാൽ മതി. ഞാനിവിടെ ഒരു 7 സവാള എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതാക്കിയിട്ട് നീളത്തിൽ കനം കുറച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഈ ഒരു സവാള ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ്. ഞാനിവിടെ അതൊരു 2-3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ സവാളൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുക്കില്ല, ആ ഒരു രീതിക്ക് വേണം കേട്ടോ ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാനായിട്ട്. ഇപ്പോൾ ഇതേ സവാളൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് ഈ ഒരു എണ്ണയിൽ നിന്നൊന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള സവാളയും ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ എല്ലാ ഉള്ളിയും ഞാനിവിടെ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ ആ ഒരു ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ബാക്കിയുള്ള ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും വെളിച്ചെണ്ണയിൽ മാത്രം ചെയ്യുക, അതല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഓയിൽ വേണമെങ്കിൽ വേറെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നേരത്തെ ഉള്ളി വറുത്തിട്ടുള്ള ഓയിലാണ് എടുത്തിട്ടുള്ളത്. ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 2 പച്ചമുളക് കീറിയിട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരയ്ക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാം കേട്ടോ, അതല്ലെങ്കിൽ ഓഫ് ആക്കിയിട്ട് പൊടികൾ ഇട്ട് കൊടുത്താലും മതി. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും 1.5 ടേബിൾ സ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ചധികം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോണ വരയ്ക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ വേറെ മല്ലിയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിലേക്ക് തക്കാളി പേസ്റ്റാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 3 തക്കാളി മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണ് ഇട്ടത്. ഒട്ടും വെള്ളമൊന്നും ചേർക്കാണ്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോണ വരയ്ക്ക് വേണം കേട്ടോ ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. മസാലയിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇതിൽ നമ്മൾ ചിക്കനൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു ചിക്കനിൽ നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഏറ്റവും അവസാനം ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിലൊക്കെ പിന്നീടൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ ചിക്കൻ്റെ പീസുകളല്ലാതെ ഒന്ന് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് ചിക്കനൊക്കെ ഒന്ന് വേവാനായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഈ ഒരു ചിക്കനൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിന് വെള്ളമൊക്കെ കുറവായ പോലെ ഉണ്ടാവും, പക്ഷേ ഈ ഒരു ചിക്കനൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും ഈ ഒരു ചിക്കനിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ അങ്ങനെ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഒരു 3/4 ഭാഗമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ മൂടിയൊക്കെ തുറന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നേരമൊക്കെ ഇത് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലേക്ക് നമുക്ക് അവസാനം നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഉള്ളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. കൈ കൊണ്ടൊന്ന് തിരുമ്മി പൊടിച്ചതിന് ശേഷം വേണം ഈ ഒരു ഉള്ളി ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഈ ഒരു ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് പെട്ടെന്ന് ഇങ്ങനെ തിക്കായിട്ടൊക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ ഈ ഒരു ഉള്ളി ചേർത്തിട്ട് പിന്നെ നമ്മളിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. മൂടിയൊക്കെ തുറന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി.
ചിക്കനൊക്കെ നല്ലോണം തന്നെ വെന്തിട്ട് എണ്ണയൊക്കെ നല്ലോണം തന്നെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളമൊക്കെ നല്ലോണമൊക്കെ വറ്റിയിട്ട് നല്ലൊരു ഡ്രൈ ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഒരു ചിക്കൻ ചുക്ക ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് തീർച്ചയായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ അധികം പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.